കാൽക്കുലേഷൻ. ആർക്കെങ്കിലും ഒരു 2 മിനിറ്റ് വെള്ളം കുടിക്കാനൊക്കെ സമയമാണോ? വേണ്ട, സാറ് വെള്ളം കുടിച്ചോ. ഓക്കെ, അപ്പൊ അടുത്തതാണെന്ത്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. അപ്പൊ നിങ്ങൾ എന്താണ് ഒപ്പരം തന്നെ ചെയ്യുക. ഞാൻ അതിനിടയ്ക്ക് വെറുതെ ചോദിക്കുകയാണ്. നമ്മളിതിൽ 25 ആളല്ലേ? 25 ആളുണ്ടല്ലേ? സൈക്കിന്റെ സ്റ്റുഡൻസ് ആരെങ്കിലും ഒക്കെ ഉണ്ടോ? എത്ര ആൾക്കാരുണ്ട് സൈക്കിന്റെ സ്റ്റുഡൻസ്? സൈക്കിന്റെ സ്റ്റുഡന്റ് ആണ്. ആരെങ്കിലൊക്കെ സൈക്കോ. ഓക്കെ 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 ഓക്കെ, ഒരു കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യാം, മാക്സിമം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ജസ്റ്റ് എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ പൊതുവെ വെക്കുന്ന ഫ്രീ സെഷൻസ് ആണ്. അവരൊക്കെ എന്ത് ചെയ്തോട്ടെ, സെഷൻസിനൊക്കെ ജോയിൻ ചെയ്തോട്ടെ. ഓക്കെ, നിങ്ങളൊക്കെ ഗ്രൂപ്പിൽ നിന്ന് ജോയിൻ ചെയ്തായിരിക്കൂലേ ക്ലാസ്സിന്? ഓക്കെ, അടുത്ത പ്രാവശ്യം ക്ലാസ്സിൽ കയറുന്നുണ്ട്. അപ്പൊ ഇനി അടുത്ത കാൽക്കുലേഷനിൽ പോവല്ലേ? ഞാനൊന്ന് ഓക്കെ തുടങ്ങിയല്ലേ അടുത്ത കാൽക്കുലേഷൻസ്. അപ്പോൾ നമ്മൾ അടുത്ത കാൽക്കുലേറ്റ് ചെയ്യുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. എക്സാമിന് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒപ്പം ചിലപ്പോൾ ക്വാർട്ടൽ ഡീവിയേഷൻ ചോദിക്കാം, അല്ലെങ്കിൽ ആവറേജ് ഡീവിയേഷൻ ചോദിക്കാം. ഒക്കെ സിമ്പിൾ ആണ്. ഓക്കെ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്തായാലും എല്ലാ വർഷവും എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ഞാനിവിടെ ഒരു 5 ഡാറ്റ എടുത്തിട്ടുണ്ട്. എക്സാമിന് 10 ഡാറ്റാസ് ചോദിക്കും. അപ്പം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് 10 ഡാറ്റാസ് ഉപയോഗിച്ചിട്ട് തന്നെ എന്ത് ചെയ്യുക, മാക്സിമം എന്ത് ചെയ്യുക, ഫാസ്റ്റ് ചെയ്ത് തീർക്കാൻ നോക്കുക. ഓക്കെ, അപ്പോൾ സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ 3 കള്ളി വരച്ചിട്ടുണ്ട്. ഒന്നാമത്തെ കള്ളിയിൽ നമ്മൾക്ക് എന്താണ് n, വെറുതെ എന്ത് ചെയ്യുക, ഒരു n-ന് വേണ്ടിയുള്ള ഒരു കള്ളി. n-ന് വേണ്ടി കള്ളി വേണ്ട ആൾക്കാർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഡാറ്റാസ് എഴുതുന്നു. ഓക്കെ, ഡാറ്റ പറയൂ, എന്തൊക്കെ ഡാറ്റ ഉള്ള? 5, 7, 9, 10, 14. ടോട്ടൽ എത്ര ഡാറ്റ ഉണ്ട്? 1, 2, 3, 4, 5. n = 5. ഓക്കെ, നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ എന്താ കാണുന്നത്, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ആണ്. ഈ ഡീവിയേഷൻ എന്ന് പറഞ്ഞ സാധനം എന്താ പറയൂ? ഡീവിയേഷൻ എന്ന് പറഞ്ഞാൽ എന്താ? നമ്മൾ കുറെ നേരം ഡീവിയേഷൻ നിൽക്കുന്നത്. എന്താണ് ഡീവിയേഷൻ? നമുക്ക് തന്നിട്ടുള്ള ഡാറ്റയിൽ നിന്ന് മീൻ കാണുക. ആ മീനിൽ നിന്ന് ഓരോ ഡാറ്റയും എന്താണ്, എത്രത്തോളം ഡീവിയേറ്റഡ് ആണ് എന്നുള്ളതാണ് ഡീവിയേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നമ്മൾ എന്താണ്, ആദ്യം ഇതിന്റെ മീൻ കാണണം. മീൻ എന്ന് പറയുന്നത് x bar = സിഗ്മ എക്സ് ബൈ n. ഓക്കെ, പറയൂ എന്തൊക്കെയാണുള്ളത് ഇവിടെ? 5 + 7 + 9 + 10 + 14 തന്നെയല്ലേ? ഡിവൈഡ് ബൈ 1, 2, 3, 4, 5. പറയൂ എത്രയാണ്? അല്ല, ഇതിന്റെ കാൽക്കുലേഷൻ പറ. 45. 45/5 എന്ന് പറയുന്നത് 9 = 9. ഓക്കെ, ഇപ്പൊ നമ്മളെ മീൻ എന്ന് പറയുന്നത് 9 ആണ്. ഇവിടെ കാണേണ്ടത് എന്ന് പറഞ്ഞാൽ എന്താ? x - x bar. ഓക്കെ, പറയൂ 5 - 9 4 2 മൈനസ് ഒക്കെ വേണമെങ്കിൽ ഡേട്ടാ. സാർ എന്താ x - x bar? x എന്ന് പറയുന്നത് ഇത് അയാളാണ് x. ദിസ് ഗൈ ഈസ് x. x ബാർ എന്ന് പറഞ്ഞാൽ നമ്മൾ പൊതുവെ മീനിന് എഴുതുന്ന സാധനമാണ് ഈ x ബാർ എന്ന് പറയുന്നത്. ഇതിനെ നമുക്ക് ഡീവിയേഷൻ എന്ന് വേണം വിളിക്കാം. ഇതിനെ നമ്മൾ x കൊണ്ട് എന്ത് ചെയ്യാം, ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ഞാനിപ്പോ x - x ബാർ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഈ x എന്ന് പറയുന്നത് ഇയാളാണ്, പിന്നെ x ബാർ എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോ കണ്ട മീനാണ്. അപ്പൊ ഇതിന്റെ ടെക്നിക്ക് എന്താ? 10 - 9 എത്ര? 1. 14 - 9 = എത്രയാ? 5 അല്ലേ? ഇതന്നല്ലേ? മിസ്റ്റേക്ക് ആക്കണ്ട പറയണം. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്
ഒന്നിക്ക് എക്സ് സ്ക്വയർ എന്ന് എഴുതാം, അത് എഴുതിയാലും ശരിയാണ്. അല്ലെങ്കിൽ എക്സ് മൈനസ് മീൻ ഹോൾ സ്ക്വയർ എന്ന് വേണമെങ്കിലും എഴുതാം. ഓക്കെ, മനസ്സിലാക്കാം, രണ്ടും സെയിം ആണ്. നമ്മളിപ്പം എക്സ് മൈനസ് മീൻ എന്ത് ചെയ്തു കണ്ടു കഴിഞ്ഞു. അതിനെ സ്ക്വയർ ആക്കുന്ന സമയത്ത് 4ന്റെ സ്ക്വയർ 16, 2ന്റെ സ്ക്വയർ 4, 0, 1ന്റെ സ്ക്വയർ എത്ര 1, 5ന്റെ സ്ക്വയർ 25. പറയൂ, ഫിസിക്കൽ ടു എത്ര കിട്ടാ 25, 30, 46 അല്ലേ? 46 സിഗ്മ എക്സ് സ്ക്വയർ ഇതാണ് 46 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ടേബിൾ ഇതാ. എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ സ്പോട്ടിൽ ചോദിക്കണം കേട്ടോ. അതിന്റെ ഒപ്പം തന്നെ എല്ലാവരും മാക്സിമം ചെയ്യാൻ ശ്രമിക്കുക. എന്ത് ചെയ്യരുത്, സിനിമ കാണുന്ന പോലെ ഇങ്ങനെ കണ്ടിരിക്കരുത്. ഓക്കെ, ഈ സ്റ്റാറ്റി എന്ന് പറയുന്ന സംഭവം ഭയങ്കര സിമ്പിളാണ്. പക്ഷെ എന്തേന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ ആരൊക്കെയോ പറഞ്ഞിങ്ങനെ പേടിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ എഴുതിക്കോ. അതായത് നമ്മളൊരു സാധനത്തിനെ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് മൈനസ് പ്ലസ് കണക്കാണ്. ഓക്കെ, അതിന്റെ ലോജിക്ക് എന്താന്ന് പറഞ്ഞാല് ഇപ്പൊ എന്താണ് -2 ഇൻറ്റു -2 ഇതാണല്ലോ സ്ക്വയർ എന്ന് പറയുന്നത്. എത്ര വരാ പോസിറ്റീവ് ആകും, ഇസിക്കൽ ടു 4. ഇനിയിപ്പോ സാധാ 2 ഇൻറ്റു സാധാ 2, അതായത് 2 സ്ക്വയർ ചെയ്താലും ഇത്തരം 4 ആണ് കിട്ടുക. ഓക്കെ, അതിന്റെ ടാബിളിന്റെ മേലെ കാണിച്ചത് സ്ക്വയർ ചെയ്തില്ല. അതാ സ്ക്വയർ ചെയ്തിട്ടുണ്ട്. എക്സ് മൈനസ് എക്സ് ബാർ സ്ക്വയർ അല്ലേ? അതെ, എക്സ് ബാർ ഹോൾ സ്ക്വയർ. സ്ക്വയർ. ഇനി നമുക്ക് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ എന്താണ്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്താണ്? 46 കിട്ടിയില്ല സാറേ. 46 കിട്ടിയില്ല, 45 കിട്ടിയത്. എക്സ് ബാർ 46 കിട്ടിയ അതിന്റെ പറഞ്ഞു തരുമോ? അതെങ്ങനെ ചെയ്തെന്നാ? ഒന്നുമില്ല പോയാ ഇവിടെ ഇങ്ങനെ കാൽക്കുലേറ്റ് ചെയ്താൽ 46 കിട്ടും. കിട്ടി. അത് അതിന്റെ സ്റ്റെപ്പോ അടുത്ത സ്റ്റെപ്പ് കാണിച്ചാൽ തിരക്കൂട്ടല്ലേ. ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ കാൽക്കുലേറ്റ് ചെയ്യാണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് പറയൂ എന്താണ്? സിഗ്മ എക്സ് സ്ക്വയർ ബൈ എൻ. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. പിന്നെ അങ്ങനെ അല്ലെങ്കിൽ കുറച്ചും കൂടി ലോങ് സാധനമുണ്ട്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഹോൾ സ്ക്വയർ ബൈ എൻ. ഇങ്ങനെ എഴുതണോ? ഓക്കെ, ഇതാണ് എന്ത് സിമ്പിൾ ഇക്വേഷൻ. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്? റൂട്ട് ഓഫ് സിഗ്മ എക്സ് സ്ക്വയർ കിട്ടിയിട്ടുണ്ട്. സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഈ കാൽക്കുലേറ്റ് ചെയ്ത ഈ ഒരു നമ്പർ, ഇതിനാണ് സിഗ്മ എക്സ് സ്ക്വയർ എന്ന് പറയുന്നത്. അപ്പം സിഗ്മ എക്സ് സ്ക്വയർ ഇസിക്കൽ ടു 46 ബൈ എൻ എത്രയാണ്? 5. ഓക്കെ, 46 ബൈ 5 എത്രയാണ് കേട്ടോ? 9.2 ആ കിട്ടുന്നത്. ശരി, കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. 9.2 എത്ര? 9.2 ആ കിട്ടുന്നത്. 9.2. ഓക്കെ, പറ. വാട്ട് ഈസ് ദ സ്ക്വയർ റൂട്ട് ഓഫ് 9.2? 3.03. എത്ര? 8.03 ആ? 3.03. ഓക്കെ, 3.03. ഇതാണ് എന്ത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. ഓക്കെ, ഇത്ര എഴുതാൻ എന്ത് ചെയ്യും? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ മാത്രമാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ഇത്ര എഴുതിയാൽ 10 മാർക്ക് കിട്ടും. ഓക്കെ, 10 മാർക്ക്. ഡൗട്ട് ഒന്നും ഇല്ലാല, സിമ്പിൾ ആണ്. നമ്മൾ ആദ്യം എന്ത് ചെയ്യുന്നു?
ടാബിള് ചെയ്യുന്നു, ടാബിളിൽ ഡാറ്റാസ് എഴുതുന്നു, അതിനെ മീനായിട്ട് ഡിഫറൻസ് കാണുന്നു, പിന്നെ എന്ത് ചെയ്യുന്നു, ആ ഡിഫറൻസിനെ സ്ക്വയർ ചെയ്യുന്നു, ആ സ്ക്വയറിനെ ഇതേപോലെ ആഡ് ചെയ്യുന്നു. ഓക്കെ, ആഡ് ചെയ്താൽ ഡയറക്റ്റ് എന്ത് ചെയ്യുക, ഇക്വേഷൻ അപ്ലൈ ചെയ്യുക. 46/5 ഇസിക്കൽ ടു സ്ക്വയർ റൂട്ട് ഓഫ് 9.2 3.03. ഓക്കെ, ഡൗട്ടൊന്നുമില്ലല്ലോ? അടുത്തതിലേക്ക് പോവല്ലേ? ഈ മൂന്നെണ്ണാണ് പ്രധാനമായിട്ട് എക്സാമിന് ഉണ്ടാവുക, ഷുവർ ആയിട്ട് എന്തായാലും ഉണ്ടാവും. 9.2 കാൽക്കുലേറ്റ് എങ്ങനെ ചെയ്യേണ്ടത്? 9.2 റൂട്ട് മാറ്റാം അല്ലേ? ആ 9.2 അടിക്കുക, റൂട്ട് അടിച്ചാൽ എന്ത് ചെയ്യും, 3.03 കിട്ടും. ഓക്കെ, ഈ മൂന്ന് കാൽക്കുലേഷൻസ് എന്തായാലും വരും. 2022 ജൂൺ മുതൽ 2024 ലാസ്റ്റ് കഴിഞ്ഞ ഡിസംബർ എക്സാം വരെ എന്ത് ചെയ്യുന്നുണ്ട്, സെയിം ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഏതോ ഒരു ഇയറിൽ മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, ഈ സ്പിയർമാൻസ് റാങ്ക് കോറിലേഷനിൽ എന്ത് ചോദിച്ചിട്ടുള്ളൂ, ടൈ ആയിട്ടുള്ള ഡാറ്റ വന്നിട്ടുള്ളൂ. ബാക്കിയൊക്കെ എന്താണ്, അൺടൈഡ് ഡാറ്റയാണ്. ഓക്കെ, സിമ്പിൾ കാൽക്കുലേഷൻസിനെ എക്സാം തരും, നിങ്ങൾ എന്ത് ചെയ്യുക, മാക്സിമം സ്പീഡിൽ ചെയ്യാൻ നോക്കുക. ഓക്കെ, പോലെ അടുത്തതിലേക്ക് പോലെ. ഇനി അടുത്തെന്ന് പറയുന്നത് എക്സാമിന് ചോദിച്ചിട്ട് കണ്ടുള്ളതാണ്. ഒന്ന് ആവറേജ് ഡീവിയേഷൻ ആണ്. ആവറേജ് ഡീവിയേഷനും കാൽക്കുലേറ്റ് ചെയ്യാൻ സിമ്പിൾ ആണ്. സ്റ്റാൻഡേർഡ് ഡീവിയേഷന്റെ ഒരു സെയിം ഐറ്റം തന്നെയാണ്, ചെറിയൊരു ഇക്വേഷൻ ഡിഫറൻസ്. ഓക്കെ, ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പം എന്താണ്, എക്സിനെ സ്ക്വയർ ചെയ്തില്ലേ, അപ്പൊ അതേപോലെ എക്സിനെ സ്ക്വയർ ചെയ്യാണ്ട് എന്ത് ചെയ്യുക, കാൽക്കുലേറ്റ് ചെയ്യുന്നതിനാണ് ആവറേജ് ഡീവിയേഷൻ എന്ന് പറയാം. ഏതോ ഒരു ഇയർ എന്ത് ചെയ്തിട്ടുണ്ട്, ആവറേജ് ഡീവിയേഷനും ക്വാർട്ടൈൽ ഡീവിയേഷനും ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ആവറേജ് ഡീവിയേഷൻ സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, ആദ്യം തന്നെ എക്സിന്റെ ഡാറ്റാസ് എഴുതുന്നു, 7 4 3 10 9. ഓക്കെ, ഇനി ഇതിനെന്ത് ചെയ്യണം പറയൂ, ഇതെന്ത് ചെയ്യാനുള്ള പറയൂ, ആവറേജ് ഡീവിയേഷൻ. ആവറേജ് ഡീവിയേഷൻ ഈക്വൽ ടു സിഗ്മ ബൈ n. ഈ സാധനം കണ്ട, ഇതിനാണ് അബ്സല്യൂട്ട് എന്ന് പറയാം. ഈ ഒരു രണ്ട് കള്ളിക്ക് ഇതിനെ എന്താണ്, മൈനസ് അല്ലെങ്കിൽ പോസിറ്റീവ് സംഖ്യകളൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഇങ്ങനെയാണ് എന്ത് ചെയ്യുക, എഴുതുക. ഓക്കെ, അപ്പൊ ഇതിൽ ഞാൻ 3 കള്ളി വരച്ചിട്ടുണ്ട്, ഇതിലേക്ക് 2 കള്ളി ആവശ്യമുള്ളൂ. നമുക്ക് ഇവിടെയാണ് എന്ത് ചെയ്യേണ്ടത്, എക്സ് ആബ്സല്യൂട്ട് കൊടുക്കാനുള്ളത്. എക്സ് ആബ്സല്യൂട്ട് കാണണമെങ്കിൽ എക്സ് കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം, മീൻ കാണണം. സിഗ്മ എക്സ് ബൈ n എത്രയാണ്, 7 + 4 + 3 + 10 + 9 ഡിവൈഡ് ബൈ 1 2 3 4 5 എത്രയാണ്, ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്തോ? 10 20 24 എത്ര ഇട്ടല് പറ, ആരെങ്കിലും കാൽക്കുലേറ്റ് ചെയ്യും പെട്ടെന്ന്. 33 ബൈ 5 എത്രയാണ്, 6.6. 36 അല്ലേ? 36 വരാ, 36 വരാ. 33 ആണ്. 33 ആണ്. 33. ഓക്കെ, 10 20 29 33. ഓക്കെ, 33 ബൈ 5 എത്രയാണ്, 6.6. 6.6. ഓക്കെ, അതാണ് മീൻ. ഇന്ന് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്, എക്സ് എന്ന് പറയുന്നത് എക്സ് മൈനസ് മീൻ ഫിസിക്കൽ ടു പറ 7 മൈനസ് 6.6 എത്രയാണ്, പറയൂ ആരെങ്കിലൊക്കെ കാൽക്കുലേറ്റ് ചെയ്യും. 0.4. 0.4 4ൻ്റെത് -2.6.
നമ്മൾ മൈനസ് എഴുതേണ്ട ആവശ്യമില്ല. നമ്മളിവിടെ എന്ത് ചെയ്തിട്ടുണ്ട്, ആബ്സല്യൂട്ട് ഇട്ടിട്ടുണ്ട്. ഓക്കെ, ആബ്സല്യൂട്ട് ഇടുന്ന സമയത്ത് മൈനസ് മാർക്ക് എന്ത് ചെയ്യില്ല, കൗണ്ട് ചെയ്യില്ല, പോസിറ്റീവ് ആയിട്ട് ഉണ്ടാവാം. അടുത്തത് 3.6. 3.6. എത്രയാണ്? 3.4. 4. പിന്നെ 2.4. 2.4. ഇതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ 12. എത്രയാണ് വരാ? 12. 12.4. 12.4 അല്ലേ? 12.4. അപ്പൊ നമുക്ക് എന്ത് ചെയ്തിട്ടുണ്ട്, അബ്സല്യൂട്ട് എക്സ് കിട്ടിയിട്ടുണ്ട്. ഇനി നേരെ എന്ത് ചെയ്യാം, ഇക്വേഷനിൽ അപ്ലൈ ചെയ്യാം. എന്താണ് AD is equal to, what is equation? Sigma absolute x divided by n. absolute x എന്ന് പറയുന്നത് 12.4 divided by n എത്രയാണ്? 5 അല്ലേ? is equal to 2.48. 2.48. ഓക്കെ, 2.48. സ്റ്റാൻഡേർഡ് അല്ലെങ്കിൽ എന്താണ് ആവറേജ് ഡീവിയേഷൻ എന്ന് പറയുന്നത് 2.48 ആണ് എന്ന് എഴുതി വെച്ചാൽ 10 മാർക്കിനൊന്നും ചോദിക്കൂല, എന്നാലും 5 മാർക്കിനൊക്കെ എന്തായാലും ചോദിക്കുന്നുണ്ടെങ്കിൽ. 6.6 കിട്ടിയില്ല സാറ്? 6.6 കിട്ടിയില്ല. അതിന് ശേഷമുള്ള സ്റ്റെപ്പ് ഒന്നും പറഞ്ഞുതരാം. ഈ 6.6 എന്ന് പറഞ്ഞ എന്താ സാധനം? അത് പറ ആദ്യം. എന്താണ് 6? അതെന്താ സാധനം? അതാണ് മീൻ. നമ്മൾ എടുത്ത നേരത്തെ എന്ത് ചെയ്തു, മീൻ കണ്ടു. മീൻ എന്തിനാ കണ്ടത്? നമ്മൾക്ക് ഇവിടെ ഈ എക്സ് കാണാനുണ്ട്. ഓക്കെ, എന്തെന്തു എക്സിന്റെ അല്ല എന്താണ് മീനിന്റെ ഡിഫറൻസ് 7 - 6.6 അതാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തത്. അതിനെ കാൽക്കുലേറ്റ് ചെയ്താൽ ഇങ്ങനെ ഒരു ഡാറ്റ കിട്ടും. അതിനെന്ത് ചെയ്യാ, കണക്കൂട്ടിയാൽ സിഗ്മ കിട്ടും. ആ സിഗ്മ ആവറേജ് ഡീവിയേഷൻ ഇക്വേഷനിൽ അപ്ലൈ ചെയ്താൽ ആവറേജ് ഡീവിയേഷൻ ആയി. ഓക്കെ, ഈ ഒരു കള്ളിയില്ല കേട്ടാ. ഓക്കെ, ഓക്കെ. ഇനി അടുത്തത് ക്വാർട്ടൈൽ ഡീവിയേഷൻ. ഇതേപോലെ തന്നെയാണ്, ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, പോയല്ലേ? അടുത്ത വിഷയത്തിലേക്ക് പോയല്ലേ? ക്വാർട്ടൈൽ ഡീവിയേഷൻ. ക്വാർട്ടൈൽ ഡീവിയേഷൻ ഞാൻ ഇവിടെ എത്ര ഡാറ്റ എടുത്തിട്ടുണ്ട്? 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 ഡാറ്റ. പൊതുവെ ഓഡ് നമ്പർ ആയിട്ടാണ് എക്സാമിനൊക്കെ ചോദിക്കല്. അത് കറക്റ്റ് ഞാൻ എടുത്തത് എക്സാമിന് ചോദിക്കുന്ന അതേ രീതിയിൽ തന്നെ എഴുതാന്ന് വെച്ചിട്ടാണ്. ഓക്കെ, പറ എങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യുന്നത്? ക്വാർട്ടൈൽ ഡീവിയേഷൻ ചെയ്യാൻ സിമ്പിൾ ആണ്. ഈ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല് എന്താണ് സംഭവം? എന്താണ് ഈ ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാല്? ക്വാർട്ടൈൽ എന്ന് പറഞ്ഞാൽ 1/4 എന്നാണ് ശരിക്കും. അപ്പം QD എന്നാണ് എന്ത് ചെയ്യാ, ക്വാർട്ടൈൽ ഡീവിയേഷൻ എന്ന് പറയാ. ഓക്കെ, QD is equal to Q3 minus Q1 by 2. ഇതന്നെയല്ലേ? ഇങ്ങനെയാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ ഇക്വേഷൻ ഒന്നും മാറിപ്പോകരുത്. ഇനി പറ, ആദ്യം നമുക്ക് എന്ത് ചെയ്യണം? Q3 കാണണം. Q3 എന്ന് പറയുന്നത് എന്താണ്? Q3 പറയൂ, എന്താണ് Q3? n+1/4 ഐറ്റം. അതാണ് എന്ത് Q3 എന്ന് പറയുന്നത്. അല്ല സോറി, Q1 എന്ന് പറയുന്നത്. മാറിപ്പോയതാണ്. Q1 കൺഫ്യൂഷൻ ആയത്. Q1 കാണണം, Q3 കാണണം. ഓക്കെ, n+1/4 ഐറ്റം. n എന്ന് പറയുന്നത് ഇവിടെ 11 ആണ്.
പ്ലസ് 1/4 ഫോർത്ത് ഐറ്റം പറയൂ 12/4 ഈക്വൽ ടു 3. അപ്പൊ തേർഡ് ഐറ്റം ഏതാണെന്ന് നോക്കി നോക്ക്. ക്വസ്റ്റ്യൻ കിട്ടിയില്ലല്ലോ സാറേ. ക്വസ്റ്റ്യൻ ഇതാ അവിടെ ഒന്ന് പറഞ്ഞുതരോ എഴുതൂ. കാണുന്നില്ലേ? കാണുന്നില്ല, പറഞ്ഞുതരോ? ക്വസ്റ്റ്യൻ 35 35 17 18 40 18 14 45 30 30 38 സ്ക്രീനിലുണ്ടല്ലോ, നിങ്ങൾ കാണുന്നില്ലേ? ഞാൻ നോക്കട്ടെ. 38 50 52 25. 3038. ഓക്കെ, അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? തേർഡ് ഐറ്റം ആണെന്ന് കിട്ടി. ഓക്കെ, പെട്ടെന്ന് നമ്മൾ ടൈം, നിങ്ങളെ സമയമൊക്കെ വിലപ്പെട്ടതാണ്. പെട്ടെന്ന് ഇനി നമുക്ക് എന്ത് ചെയ്തു? Q1 എന്ന് പറയുന്നത് തേർഡ് ഐറ്റം ആണെന്ന് കിട്ടി. ഇനി Q3 എന്ന് പറയുന്നത് സെയിം ആണ്. 3 ഇൻറ്റു എന്താണ് n+1/4 ഐറ്റം ഈക്വൽ ടു എത്ര? 3 ഇൻറ്റു n+1 എന്ന് പറയുന്നത് 12/4 ഈക്വൽ ടു എത്രയാണ്? 3 ഇൻറ്റു 3 എത്രയല്ലേ? ഈക്വൽ ടു 9. ഓക്കെ, ഇതാണ് എന്ത്? Q3 എന്ന് പറയുന്നത്. നമുക്ക് Q1 കിട്ടി, തേർഡ് ആണ്. Q3 എന്ന് പറയുന്നത് 9 ആണ്. ഓക്കെ, ഇനി എങ്ങനെ കണ്ടുപിടിക്കലും എന്ന് പറഞ്ഞാൽ നമ്മൾ ഇതിനെന്ത് ചെയ്യണം? അസെൻഡിങ് ഓർഡറിൽ എഴുതണം. പറയൂ. 17 18 25 26 ബാക്കി 25 26. അത് കഴിഞ്ഞിട്ട് 13 30 അല്ലേ? 30 35 പിന്നെ 38 50 52. ഇതില് 4045 ഒക്കെ ഉണ്ട്. 40 ഉണ്ട് സാർ. 40 45 45 ഉണ്ടാ? യെസ്. 45 15 52 50 52. ഓക്കെ, ഇനി ഇതിൽ നിന്നാണ് എന്ത് ചെയ്യേണ്ടത്? നമ്മൾ തേർഡ് ഐറ്റം 1 2 3 അപ്പൊ എന്താണ്? Q1 എന്ന് പറയുന്നത് 25 ആണ് കിട്ടി. ഇനി 1 2 3 4 5 6 7 8 9. Q3 എന്ന് പറയുന്നത് 45 ആണെന്ന് കിട്ടിയില്ലേ? എന്ത് ചെയ്യാ? ക്വാർട്ടൈൽ ഡീവിയേഷൻ ഈസ് ഈക്വൽ ടു Q3 മൈനസ് Q1 divided by 2 is equal to 45 minus 25 divided by 2. എത്രയാണ്? 45 25 yourself 20 by 2 is equal to 10. എത്ര എല്ലാവർക്കും കിട്ടിയിനി? ഇതാണ് ക്വാർട്ടൈൽ ഡീവിയേഷൻ. QD is equal to 10. ഇത് പൊതുവെ 5 മാർക്കിനാണ് ചോദിക്കാറ്. എല്ലാ ഇയറിലും ചോദിച്ചോളണമെന്നില്ല. ചോദിച്ചാൽ എന്ത് ചെയ്യാം? നമുക്ക് 5 മാർക്ക് കിട്ടും. ഓക്കെ, ഇത് ഒന്നുമില്ല, നമ്മൾ ക്വാർട്ടൈൽ ഡീവിയേഷൻ ആണ് കാണുന്നത്. ആദ്യം അതിന്റെ ഇക്വേഷൻ എഴുതാ. Q3 Q1 മൈനസ് 2. എന്നിട്ട് എന്ത് ചെയ്യാ? Q1 ആദ്യം കാണാം. Q1 എന്ന് പറയുന്നത് n+1/4 ഐറ്റം ആണ്. അപ്പൊ അതിന് നമുക്ക് എന്ത് കിട്ടി? 3 കിട്ടി. അപ്പൊ എന്താണ്? തേർഡ് ഐറ്റം. ഓക്കെ,
ഇനി Q3 എന്ത് ചെയ്യാം? സെയിം ഇക്വേഷൻ ആണ്, ഇൻറ്റു 3 ചെയ്താൽ എന്ത് ചെയ്യും? നിങ്ങൾക്കൊരു നമ്പർ കിട്ടും. അത് എന്താണ്? 9th ഐറ്റം. ഇനി അതിനെന്ത് ചെയ്യാ? അസെൻഡിങ് ഓർഡറിൽ എഴുതുക, ഇത് കണ്ടുപിടിക്കുക, എണ്ണീറ്റ് കണ്ടുപിടിക്കുക. 1 2 3 എന്നിട്ട് എന്ത് ചെയ്യാ? Q1 കിട്ടി, Q3 കിട്ടി. ഓക്കെ, ഇനി എന്ത് ചെയ്യാ? ഇക്വേഷനിൽ അപ്ലൈ ചെയ്യുക, നമുക്ക് എന്ത് ചെയ്യും? സ്ട്രൈറ്റ് ഉത്തരം കിട്ടും. എന്ത്? QD Q1 കിട്ടിയ ശേഷം Q3 എവിടെ കിട്ടിയേ? Q3 ഇവിടെ ഇൻറ്റു 3 പറഞ്ഞിട്ട് നമ്മൾ ഇക്വേഷൻ ചെയ്തത് ഇവിടെ ഇവിടെ ഇവിടെ. ഓക്കെ, ഇതാണെന്ത്? QD = 10. സിമ്പിൾ ആണ്. നിങ്ങൾ ക്വാർട്ടൽ ഡീവിയേഷൻ കണ്ടിട്ട് എന്ത് ചെയ്യണ്ട? നെട്ടേണ്ട ആവശ്യമില്ല, സിമ്പിൾ ആയിട്ട് എഴുതാം. ഇനി എന്താ, വേറെ എന്തെങ്കിലും ടെസ്റ്റ് ബാക്കിയുണ്ടോ? ഇല്ല, ടെസ്റ്റ് ആയില്ലേ? ആവറേജ് ഡീവിയേഷൻ കണ്ടോ? പിയർസൺ ടെസ്റ്റ് വരൂലേ? എങ്ങനെ? പിയർസൺ ചോദിച്ചു കാണില്ല. പിയേഴ്സൺ ഡിസ്ക്രിപ്റ്റീവ് ആയിട്ട് ചോദിക്കാറുണ്ട്. ഒന്നുമില്ല. ലാസ്റ്റ് സ്റ്റെപ്പ് ഇതാ. ഇക്വേഷനിൽ എന്ത് ചെയ്യുന്നു? ഓരോ വാല്യൂ അപ്ലൈ ചെയ്യുന്നു, കാൽക്കുലേറ്റ് ചെയ്യുന്നു. പിയേഴ്സൺ ഇതിൽ ചോദിച്ചു കണ്ടിട്ടില്ല. ഈ 3 ക്വസ്റ്റ്യൻ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ എന്ന് ചോദിക്കാം, റാങ്ക് ഓർഡർ കോറിലേഷൻ എന്ന് ചോദിക്കാം, സ്പിയർമാൻ റോ എന്ന് ചോദിക്കാം. അങ്ങനെയൊക്കെ ചോദിച്ചിട്ട് ഡാറ്റ എന്നാൽ സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ നമ്മൾ ഫസ്റ്റ് ചെയ്ത ആ ഒരു കാൽക്കുലേഷൻ ആണ് ചെയ്യേണ്ടത്. പിന്നെ നിർബന്ധമായിട്ടും എല്ലാ വർഷവും ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ് എന്ത്? മീൻ മീഡിയൻ മോഡ്. അത് അങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. 10 ഡാറ്റയും തരും. ഓക്കെ, അതും എന്ത് ചെയ്യാം? കൃത്യമായി നോക്കി വെക്കാം. പിന്നെ അടുത്തത് സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ. എന്തായാലും എന്ത് ചെയ്തിട്ടുണ്ട്? സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ചോദിച്ചിട്ടുണ്ട്. സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ ഒറ്റക്കും ചോദിച്ചിട്ടുണ്ട്. ഇനി സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ്റെ ഒപ്പം ഒന്നിക്ക് ആവറേജ് ഡീവിയേഷൻ അല്ലെങ്കിൽ ക്വാർട്ടൈൽ ഡീവിയേഷൻ കമ്പൈൻ ചെയ്തിട്ട് ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ കമ്പൈൻ ചെയ്തിട്ട് ചോദിക്കുന്ന സമയത്ത് എന്ത്? 11 ഡാറ്റ ഒന്നും തരൂല, വളരെ ചെറിയ എമൗണ്ട് ഓഫ് ഡാറ്റ എന്ത് ചെയ്യും? നിങ്ങൾക്ക് കാണാൻ വേണ്ടി തരും. ഒരു 10 തരൂല, ഒരു 6 5 7 അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറിയ ഡാറ്റാസ് എന്ത് ചെയ്യും? കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി തരും. നിങ്ങൾ മാക്സിമം എന്ത് ചെയ്യുക? കാൽക്കുലേഷൻസിൽ ഫോക്കസ് ചെയ്യുക. കാൽക്കുലേഷൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് എന്താണ് കാൽക്കുലേഷനിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. ഗ്രൂപ്പ് ഡാറ്റ ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല. ഇപ്രാവശ്യം അവര് ക്വസ്റ്റ്യൻ പേപ്പർ ഇടുമ്പോൾ എടാ ഗ്രൂപ്പ് ഡാറ്റ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഈ വർഷം കൊണ്ട് ചോദിച്ചേക്കാന്ന് വിചാരിച്ചാൽ എന്ത് ചെയ്യേണ്ടി വരും? നിങ്ങൾ ഗ്രൂപ്പ് ഡാറ്റയും കൂടി ആൻസർ ചെയ്തിട്ടുണ്ട്. പൊതുവെ അങ്ങനെ ചോദിക്കില്ല. കാരണം എന്താ പറഞ്ഞാൽ ഗ്രൂപ്പ് ഡാറ്റ ലോട്ട് ഓഫ് ടൈം കൺസ്യൂമിങ് ആണ്. ഇതുവരെ ചോദിച്ചു കണ്ടിട്ടില്ല, ചോദിച്ചിട്ടുണ്ടെങ്കിൽ എഴുതേണ്ടി വരും. ഓക്കെ, യെസ്, നിങ്ങൾ കുടുങ്ങും, അത്ര തന്നെ. കുടുങ്ങാനൊന്നുമില്ല, നമ്മളിപ്പോ ചെയ്തത് സെയിം ഗ്രൂപ്പ് ഡാറ്റയിൽ ചെയ്താൽ മതി. ഓക്കെ, ഗ്രൂപ്പ് ഡാറ്റ ഇൻ കേസ് ചോദിക്കുന്നുണ്ടെങ്കിൽ എന്താണ് നമ്പർ ഓഫ് മീൻസ് കൂടിയതൊക്കെ ചോദിക്കും. എന്ന് പറഞ്ഞാല് ഈ ക്ലാസ് ഇന്റർവെൽ ഉള്ളത് പൊതുവേ ചോദിക്കില്ല, കാരണം അത് കുറച്ചും യെസ് ഗ്രൂപ്പ് ഇപ്പൊ നമ്മൾ ചെയ്തത് അൺഗ്രൂപ്പ് ഡാറ്റയാണ്. അൺഗ്രൂപ്പ് ഡാറ്റ എന്ന് പറഞ്ഞാല് നമ്മൾക്ക് സുമാർ 35 45 55 എന്ന് പറഞ്ഞ നമ്പർ തന്നിട്ടുണ്ട്. ക്ലാസ് ഇന്റർവെൽ ആയിട്ട് ചിലപ്പോ ഇതുവരെ ചോദിച്ചിട്ടില്ല, ഇനി ചോദിക്കാനും സാധ്യത ഇല്ല എന്നാണ് മനസ്സിലാകുന്നത്. ഇൻ കേസ് തന്നാൽ സാധ്യത ഉള്ളതെന്ന് പറഞ്ഞാല് 35 25 30 ആൾക്കാർ അങ്ങനെയാണ് ചോദിക്കുക. ചോദിച്ചാൽ കുടുംബം ചോദിക്കൂല, അത് ഗ്യാരണ്ടി. എന്റെ ഗ്യാരണ്ടി എന്താ പറഞ്ഞാല് ചോദിക്കൂല എന്ന് പറയാൻ കാരണം എല്ലാ പരീക്ഷയിലും നല്ല ചേഞ്ചസ് എന്ത് ചെയ്തിട്ടുണ്ട്, ക്വസ്റ്റ്യൻ ഒരു പാറ്റേണിൽ ചേഞ്ചസ് നല്ലോണം വന്നിട്ടുണ്ട്. കാരണം ഇതുവരെ ഇഗ്നോയിൽ ചോദിക്കുന്ന ചോദ്യങ്ങളൊക്കെ വളരെ ബേസിക് ചോദ്യങ്ങളാണ്. പക്ഷെ ഈ വർഷം എന്ത് ചെയ്തിട്ടുണ്ട്, കുറച്ച് എന്താണ് ഉള്ളിൽ നിന്നൊക്കെ എന്തെങ്കിലും ചോദിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഇന്നും 108ന്റെ പരീക്ഷ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മൾ അതിന്റെ ലൈവ് സെഷൻ നടത്തിയിരുന്നു. അപ്പോൾ സെയിം നമ്മൾ എന്ത് ചെയ്തു, ഇത്ര ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്തിട്ട് എന്ത് ചെയ്തു, ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ അതുപോലെ തന്നെ കാൽക്കുലേഷൻ ഒക്കെ ചെയ്തു. ഇന്ന് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ സെയിം ക്വസ്റ്റ്യൻ ആണ് കാൽക്കുലേഷനിൽ വന്നിട്ടുള്ളത്. അതും കുറച്ചും കൂടി സിമ്പിൾ ആയിട്ടുള്ള എന്താണ് വാല്യൂസ് ഒക്കെ കൊടുത്തിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങളതും അങ്ങനെ വരാനാണ് ചാൻസ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാൽക്കുലേഷൻ. ഇനി ചില ചോദ്യങ്ങൾ ചോദിക്കാം, റേഞ്ച് എന്താണെന്ന് ചോദിക്കാം. റേഞ്ച് എങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യലെന്ന് ചോദിക്കും. റേഞ്ച് എന്ന് പറഞ്ഞാൽ എന്താണ് റേഞ്ച്? R = ഹയസ്റ്റ് വാല്യൂ മൈനസ് ലോവസ്റ്റ് വാല്യൂ. ഓക്കെ, അപ്പൊ ഹയസ്റ്റ് വാല്യൂ ഇപ്പൊ 30 ആണെങ്കിൽ 30 മൈനസ് ഏറ്റവും ലോവസ്റ്റ് വാല്യൂ 10 ആണ്. അങ്ങനെയാണെങ്കിൽ റേഞ്ച് = എത്രയാണ്? 20 എന്നാണ് എന്ത് ചെയ്യാ, ഇങ്ങനെ എഴുതിയ
2 മാർക്കിനോ 3 മാർക്കിനോ അല്ലെങ്കിൽ ഡിസ്ക്രിപ്റ്റീവ് ക്വസ്റ്റ്യൻസിന്റെ ഇടയിലൊക്കെ എന്ത് ചെയ്യാം, ചോദിക്കാം. ഓക്കെ, സോ ഇത്രയൊക്കെയാണ് കാൽക്കുലേഷൻസ് ഉള്ളത്. ഈ 5 കാൽക്കുലേഷൻസ് ഏതൊക്കെയാണ്? സ്പിയർമാൻസ് റോ, പിന്നെ ആവറേജ് ഡീവിയേഷൻ, സ്റ്റാൻഡേർഡ് ഡീവിയേഷൻ, ക്വാർട്ടൈൽ ഡീവിയേഷൻ, മീൻ മീഡിയൻ മോഡ്, പിന്നെന്താ ലാസ്റ്റ് നമ്മൾ റേഞ്ചും കൂടി പറഞ്ഞു. ഈ 6 കാൽക്കുലേഷൻസ് എന്ത് ചെയ്യാ, നിർബന്ധമായിട്ട് എന്ത് ചെയ്യാ, എല്ലാ ആൾക്കാരും എഴുതി പ്രാക്ടീസ് ചെയ്യുക. എഴുതി പ്രാക്ടീസ് ചെയ്തിട്ടില്ലെങ്കിൽ പ്രശ്നം എന്താന്ന് പറഞ്ഞാല് നിങ്ങൾ ഇങ്ങനെ ആലോചിച്ചിരിക്കുമ്പോഴത്തേക്ക് സമയം എന്ത് ചെയ്യും, പെട്ടെന്ന് കടന്നു പോകും. ഓക്കെ, പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഡൗട്ട് ഉണ്ടോ? എനിബഡി എൽസ്? സാറ് സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കുറച്ച് കടുപ്പാണോ? എങ്ങനെ? സെക്കൻഡ് ഇയർ സ്റ്റാർട്ട് ചെയ്തിട്ട് കടുപ്പാണോ? സെക്കൻഡ് ഇയർ സ്റ്റാറ്റിക് അടുപ്പാണോ എന്ന് ചോദിച്ചാൽ ഇല്ല, സിമ്പിളാണ്. സെക്കൻഡ് ഇയർ സ്റ്റാറ്റിയിൽ അതിന്റെ കൺസെപ്റ്റുകളൊക്കെ ഇമ്പോർട്ടന്റ് ആണ്, എന്നാൽ കുറച്ച് കൺഫ്യൂഷൻ തരുന്നതാണ്. പക്ഷെ അതിന്റെ കമ്പ്യൂട്ടേഷൻസ് ഒക്കെ എന്താണ് ചെയ്താൽ കട്ടൻ റേറ്റ് കിട്ടും. ഇതിന്റെ ബേസ് തന്നെ ആയിരിക്കുമോ? ഇതിന്റെ കണ്ടിന്യൂഷൻ ആയിരിക്കുമോ? ഇതിന്റെ കണ്ടിന്യൂഷൻ കുറച്ചുകൂടെ എലാബറേറ്റഡ് വെർഷൻ ആയിരിക്കും. പിന്നെന്താ, കുറച്ച് എന്തൊക്കെ പുതിയ കൺസെപ്റ്റുകളൊക്കെ പഠിക്കാനുണ്ട് അതില്, എന്നൊക്കെ പറഞ്ഞിട്ട്. സാറാണോ സ്റ്റാറ്റി കൈകാര്യം ചെയ്യുന്നത്? അല്ല, ഞാൻ നേരത്തെ ക്ലാസ് എടുത്തില്ലായിരുന്നോ സ്റ്റാറ്റിയുടെ? നമ്മളെ സ്റ്റാറ്റിയുടെ ഫാക്കൽറ്റി ആണ്, ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ സ്റ്റുഡന്റ് ആണ്. ഞാനിങ്ങനെ കമ്പ്യൂട്ടേഷൻസ് പിന്നെ അതർ സബ്ജക്ട്സ് ഒക്കെ ഞാൻ എടുക്കലുള്ളൂ. ഓക്കെ, സാറിന്റെ ക്ലാസ് കിട്ടുമോ? അടുത്ത വർഷം കിട്ടുമോ? അതെ, സാറിന്റെ ക്ലാസ് കിട്ടുമെന്ന് അറിയാനാണ്. സാറിന്റെ ക്ലാസ് കിട്ടുമോ അടുത്ത വർഷം? ഞങ്ങളിപ്പോ ഇതിൽ ചേരുകയാണെങ്കിൽ സാറിന്റെ സ്റ്റാറ്റി ക്ലാസ് കിട്ടുമോ? ക്ലാസ് വളരെ നന്നായിരുന്നു കേട്ടോ, കൃത്യമായിട്ടും വളരെ നന്നായി വളരെ നന്നായി തോന്നി. സൈക്യു സെക്കൻഡ് ഇയർ ക്ലാസ്സസ് എപ്പോഴാണ് സ്റ്റാർട്ട് ആക്കുന്നത്? നമ്മള് ജൂലൈ എക്സാം നടന്നുകൊണ്ടിരിക്കുകയല്ലേ, നമ്മളിതുവരെ അഡ്മിഷൻ എടുത്തോണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊരു ജൂലൈ എക്സാം കഴിഞ്ഞ ഉടനെ എന്ത് ചെയ്യും, സ്റ്റാർട്ട് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. സാറിന്റെ ഉമേർന്നല്ലേ? യെസ്. അപ്പൊ ഉമേർ സാറിന് വേറെ പറഞ്ഞ തരുമോ? ഉമേർ സാറ് വേറെ തരുമോ നമുക്ക് സ്റ്റാറ്റിക്ക്? നോക്കാം, ഇൻഷാല്ല ഞാൻ തന്നെ എന്ത് ചെയ്യാം, സ്റ്റാറ്റ് എടുക്കാൻ കഴിയുമോ നോക്കാം. അതർ സബ്ജക്ട്സ് ഒക്കെ എന്തുണ്ട് എന്റെ ഇതിലുണ്ട്, ഞാൻ അതർ സബ്ജക്ട്സ് ആണ് എടുക്കാറ്. അല്ല, ഇതുവരെ ഞാൻ കേട്ട ക്ലാസ് സാറിന്റെ ക്ലാസ് സിമ്പിൾ ആയിട്ടൊക്കെ തോന്നി, എന്നിട്ട് പറഞ്ഞു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഫൈൻ, താങ്ക് യു. ഇത് നമ്മുടെ സബ്ജക്റ്റ് ആയിട്ട് നമുക്ക് അതിൽ ചേരാൻ പറ്റില്ലല്ലോ. ഇപ്പൊ നമുക്ക് സ്റ്റാറ്റി മാത്രമാണ് കുറച്ച് ടഫ്, എനിക്ക് അതിന്റെ മാത്രം ക്ലാസ് കിട്ടണം, അങ്ങനെ ഉണ്ടെങ്കിൽ എനിക്ക് ചേരാൻ പറ്റുമോ എന്നാണ് ചോദിക്കണം. നിങ്ങൾക്ക് പെർ സബ്ജക്റ്റ് ആണെങ്കിൽ ചേരാം. നമ്മൾ പൊതുവെ പെർ ഇയർ ആണ് കൊടുക്കാറ്. നമ്മളെ ക്ലാസ്സുകളൊക്കെ വെബ്സൈറ്റിലൊക്കെ ഉണ്ട്. നമ്മൾ എന്ത് ചെയ്യും, നിങ്ങൾക്ക് ആ ക്ലാസ് മാത്രം ആക്സസ് ചെയ്ത് തരും. ഇനിയിപ്പോൾ ലൈവ് ക്ലാസ് ആണെങ്കിൽ നമ്മളൊരു സ്പെസിഫിക് ടൈം പീരീഡ് ആണ് എന്ത് ചെയ്യുക, നടത്തുക. അപ്പൊ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഈ ലൈവ് ക്ലാസ് ഡെയിലി ഉണ്ടാവുമോ? കാരണം എന്താ വെച്ചാൽ ഞങ്ങൾക്കത് ചെയ്യാൻ പറ്റുമോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഡെയിലി നമ്മൾ പൊതുവെ പറയുന്ന ഒരു കാര്യം, അതായത് ഈ ഇഗ്നോയിലൊക്കെ എല്ലാവരും ഡിഗ്രി എടുക്കാന്ന് പറയുന്നത്, നിങ്ങളൊരു വർക്കിംഗ് പ്രൊഫഷനൊക്കെ ആയിരിക്കുന്ന സമയത്ത് എന്താണ് ഒരു എക്സ്ട്രാ ഒരു ഡിഗ്രി വേണം എന്ന ആൾക്കാർക്ക് അധികം ആളും എടുക്കാം. അപ്പൊ കൂടുതൽ ആൾക്കാർ ഒരു വർക്കിംഗ് ക്ലാസ് പീപ്പിൾ ആയിരിക്കും. അപ്പൊ അവരെ ഞാൻ സത്യം പറഞ്ഞ റിട്ടയർഡ് ഹാൻഡാണ്. എനിക്ക് സൈക്കോളജി പഠിക്കണം എന്ന് വിചാരിച്ചിട്ട് ജസ്റ്റ് ഒന്ന് ചേർന്നെന്ന് മാത്രം. കാരണം ഒന്നിലും ചേർന്നില്ലെങ്കിൽ നമ്മളൊന്നും പഠിക്കില്ലല്ലോ ഒരു സിസ്റ്റമാറ്റിക് ആയിട്ട്. അപ്പൊ വേറൊന്നും വേണ്ടിയിട്ടല്ല, ആ സബ്ജക്റ്റിനോടുള്ള ഒരു ഇഷ്ടം മാത്രം, അത്രേ ഉള്ളൂ. പക്ഷെ ഇപ്പൊ എനിക്ക് തനിച്ച് ഇങ്ങനെ അപ്പൊ എല്ലാ സമയത്തും എനിക്കത് അറ്റൻഡ് ചെയ്യാനൊക്കെ വേറെയും കുറെ പ്രശ്നമാണ്. അതാ ചോദിച്ചാൽ ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടോ? ഡെയിലി ലൈവ് ക്ലാസ് ഉണ്ടാവില്ല. അതായത് നമ്മളൊരു വീക്ക്ലി 2-3 ക്ലാസ്. നമ്മളെ ക്ലാസ്സിന്റെ ടൈമിംഗ് പൊതുവെ ഈ ഒരു ടൈമേ വരാം, ഒരു 7:30 മുതൽ ഒരു 9 o'clock. ഡെയിലി എന്തായാലും ക്ലാസ് ഉണ്ടാവില്ല. നല്ല തിരക്കുള്ള ആൾക്കാരാണ്, അവരുടെ ടൈം അനുസരിച്ചിട്ടാണ് നമ്മളെ ക്ലാസ് എന്ത് ചെയ്യാ ഷെഡ്യൂൾ ചെയ്യാം. കവർ ചെയ്യും എന്നുള്ള കാര്യം ഷുവർ ആണോ? നമ്മുടെ സിലബസ് കംപ്ലീറ്റ് കവർ ചെയ്യും എന്നുള്ളത് ഉറപ്പായിട്ടുള്ള ഒരു കാര്യമാണ്. ലൈവ് ക്ലാസ്സിൽ എന്തായാലും കംപ്ലീറ്റ് ചെയ്യും. പിന്നെ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്, നിങ്ങളൊരു ഡിഗ്രി അല്ലെങ്കിൽ ഒരു ഗ്രാജുവേറ്റ് സ്റ്റുഡന്റ് ആണ്. അപ്പോൾ പൊതുവെ ഗ്രാജുവേറ്റ് സ്റ്റുഡന്റിന്റെ ഒരു സ്ട്രക്ചർ അല്ലെങ്കിൽ ഒരു ലേണിംഗ് മെത്തേഡ് എന്ന് പറയുന്നത്, പൊതുവെ യൂണിവേഴ്സിറ്റിയിലൊക്കെ പോയാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പ്രൊഫസേഴ്സ് വന്നിട്ട് ലെക്ചർ ആണ് ചെയ്യുക. എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, ഇന്ന പാർട്ടുകളൊക്കെ പഠിക്കണം, ഇന്ന പുസ്തകങ്ങളൊക്കെ വായിച്ചു നോക്കണം. എന്നിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യും, മെന്റർ ആണ് ചെയ്തു തരാം. നിങ്ങൾക്ക് 10ാം ക്ലാസ് വരെ സ്പൂൺ ഫീഡ് ചെയ്ത പോലെ അധികം തരൂല. അപ്പൊ നമ്മൾ പറഞ്ഞാല് അത്ര എന്താണ്
സ്കൂൾ ഫീഡും അല്ല, എന്നാൽ എന്താ നന്ന പ്രൊഫസർ ടൈപ്പും അല്ലാത്ത ഒരു മീഡിയം ക്ലാസ് ആയിരിക്കും. ടെക്സ്റ്റ് ബുക്കിലുള്ള ഫുൾ കണ്ടന്റ് നമ്മൾ എന്ത് ചെയ്യും, കവർ ചെയ്യുകയും ചെയ്യും. അതുപോലെ തന്നെ എന്താണ് ഓവർ ഡീപ്പായിട്ട് പറയില്ല, നിങ്ങൾക്ക് ഒരുപാട് ടാസ്കുകളൊക്കെ തരും പഠിക്കാനൊക്കെ. ഓക്കെ. അതിന്റെ കൂടെ ഈ ക്ലാസ് എപ്പോഴും നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഞാനതിൽ വെബ്സൈറ്റിൽ അവൈലബിൾ ആയിരിക്കും. ഓക്കെ. ഓക്കെ. താങ്ക് യു. So that's great team having you. ഉമേഷ് സാറിന് ബിഗ് സല്യൂട്ട്. താങ്ക് യു. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലുമൊക്കെ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഫ്രീ ക്ലാസ്സിന്റെ ഗ്രൂപ്പിൽ ചോദിക്കുക. പിന്നെ അതുപോലെ തന്നെ ഗ്രൂപ്പ് ലിങ്ക് ഒക്കെ എന്ത് ചെയ്യുക, നിങ്ങൾ മാക്സിമം ഫ്രണ്ട്സിനൊക്കെ എന്ത് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മൾ ഇനിയും എന്ത് ചെയ്യുന്നുണ്ട്, ഫസ്റ്റ് ഇയറിന്റെ ഒരുപാട് ക്ലാസ്സുകൾ ഇനി കണ്ടക്ട് ചെയ്യാനുണ്ട്. ഇനി കമ്മിങ് ഡേയ്സിൽ 103 ക്ലാസ് ഉണ്ടാവും, ഇൻഡിവിജ്വൽ ഡിഫറൻസിന്റെ. ഓക്കെ, അപ്പൊ അതിന്റെ പേയല്ലേ, ഇനൊന്നും പറയാനൊന്നുമില്ലല്ലോ. ഓക്കെ, അതുകൊണ്ടല്ലേ